ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നുണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ഗ്രാം വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഏകദേശം 1 കപ്പ് കടല. ഇത് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കടലയാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് വെള്ളക്കടലക്കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. 1 മീഡിയം സൈസ് സവാള, 1 ഉണ്ട വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്, 1/2 കപ്പ് നാളികേരം, 2 തക്കാളി. ഇതൊക്കെയാണ് ഞാൻ ഇപ്പോൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് 2 വട്ടമായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ആദ്യം അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ റെഡ് കളറിലാണ് തക്കാളി അരച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി കടലക്കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പെരിഞ്ജീരകം ഇട്ടിട്ട് ഇതിന് ചെറുതായിട്ട് പൊട്ടി വരണം. അപ്പോൾ പെരിഞ്ജീരകം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ള അരപ്പിൻ്റെ പച്ചമണം മാറി വരണം. അപ്പോൾ മാറി വരുന്നത് വരെ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അരപ്പ് ഇപ്പോൾ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലുള്ള വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ആയി കിട്ടണം. ഇതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കടലയൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഏകദേശം കടലയുടെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി കടലക്കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടിയും ഇളക്കി കൊടുക്കുക. ഇനി ഇത് വേവിക്കാനായിട്ട് വെക്കാം. അപ്പം ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. കുക്കറിലായതുകൊണ്ട് 2 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കടല വെന്തതിന് ശേഷം ഇനി കാണിച്ചു തരാം കേട്ടോ. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ ഇതേ കടല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് പകർത്തി കൊടുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ കടലക്കറി റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് കുറച്ച് നേരം കൊണ്ട് വെക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ കടലക്കറി ബട്ടൂരപ്പം, ചപ്പാത്തിരപ്പം, പൊറോട്ടയരപ്പം, എനിക്ക് കൂടുതൽ കടലക്കറി കോമ്പിനേഷനായിട്ട് കഴിക്കാൻ ഇഷ്ടം ഗോതമ്പൂടിനൊപ്പമാണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ വെക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.